ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എക്സലിൽ ഹ്യൂജ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റകൾ ജസ്റ്റ് 10 സെക്കൻഡ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എക്സൽ VB സ്ക്രിപ്റ്റാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു ഡേറ്റാബേസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഇതൊരു എംപ്ലോയി ലിസ്റ്റാണ്. ഇതിൽ എംപ്ലോയി ID ഉണ്ട്, എംപ്ലോയി നെയിം ഉണ്ട്. എംപ്ലോയി ഐഡിയുടെ കോളം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ചില എംപ്ലോയി ഐഡികൾ മിസ്സിംഗ് ആണ്. അപ്പോൾ ആ ഒരു മിസ്സിംഗ് ആയ ഒരു ടെക്സ്റ്റ് ഞാനൊരു റെഡ് ടെക്സ്റ്റ് കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്യുവാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ടോട്ടൽ ഒരു 11 മിസ്സിംഗ് ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഓൾഡ് എംപ്ലോയി ID, അതുപോലെ തന്നെ ന്യൂ എംപ്ലോയി ID നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ടാമത്തെ കോളത്തിൽ നിന്നുള്ള ന്യൂ എംപ്ലോയി ID ഓൾഡ് എംപ്ലോയി IDയുടെ സ്ഥാനത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഓൾഡ് എംപ്ലോയി ID ന്യൂ 1 ആണ്. അതിൻ്റെ സ്ഥാനത്ത് A0051 ആണ് വരേണ്ടത്. ഈ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് Ctrl F കൊടുത്തിട്ട് ഫൈൻഡ് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ന്യൂ എംപ്ലോയി ID 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുക്കലാണ് ചെയ്യുന്നത്. സെർച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഡേറ്റ റീപ്ലേസ് ചെയ്യാം. പക്ഷേ ഇൻ കേസ് ഒരുപാട് ഡേറ്റ ഇതേപോലെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് ഈ ഒരു ഫൈൻഡ് കൊടുത്ത് ചെയ്യുന്നത് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മളിവിടെ ഒരു VB സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ മെയിൽ ID കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തന്നേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ക്രിപ്റ്റ് ഫുള്ള് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കോപ്പി എടുത്തതിന് ശേഷം ഡെവലപ്പർ ടാബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വിഷ്വൽ ബേസിക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. അപ്പോൾ അതിൽ നമ്മളൊരു ഇൻസേർട്ട് മോഡ്യൂൾ ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടി ഇൻസേർട്ട് ഓപ്പൺ ചെയ്യാൻ ശേഷം ഒരു മോഡ്യൂൾ കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ബ്ലാങ്ക് ഒരു ഷീറ്റ് കിട്ടും. അതിൽ നമ്മൾ ഈ ഒരു കോഡ് നമ്മൾ പേസ്റ്റ് ചെയ്യുവാണ്. അതിനുശേഷം F5 പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഒറിജിനൽ റേഞ്ചാണ് ഇനി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുക. അതിൽ ഇതാണ് നമ്മുടെ റീപ്ലേസ് ചെയ്യേണ്ട ഒറിജിനൽ റേഞ്ച്. അത് ഫുള്ളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു റീപ്ലേസ് റേഞ്ച് ചോദിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓൾഡ് എംപ്ലോയി IDയും ന്യൂ എംപ്ലോയി IDയും ഒരുമിച്ച് സെലക്ട് ചെയ്യുക ഫുള്ള്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ഷീറ്റിൽ ഓൾറെഡി ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു ന്യൂ മാറി നമ്മുടെ ന്യൂ എംപ്ലോയി ID ആഡ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഷീറ്റിലെ ഫുള്ള് ഓൾഡ് എംപ്ലോയി ID ന്യൂ എംപ്ലോയി IDയിലേക്ക് റീപ്ലേസ് ആയിട്ടുണ്ട്. റീപ്ലേസ് ചെയ്യേണ്ട ഡേറ്റ എത്ര ഹ്യൂജ് ആയിരുന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.